കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദീർഘകാലത്തേക്ക് നിക്ഷേപം നടത്തി നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഫോൺപേയുടെ സൂപ്പർ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമ്മൾ പരിചയപ്പെട്ടു. നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അതിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങളത് കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറഞ്ഞ സമയത്തേക്ക് നിക്ഷേപം നടത്തി നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്ന ഫോൺപേയുടെ ലിക്വിഡ് ഫണ്ട് ഓപ്ഷനാണ് പരിചയപ്പെടുന്നത്. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഫോൺപേയുടെ ലിക്വിഡ് ഫണ്ട് ഓപ്ഷൻ പരിചയപ്പെടുന്നതിന് മുന്നേ ആയിട്ട് എന്താണ് ലിക്വിഡ് ഫണ്ട് എന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. മ്യൂച്വൽ ഫണ്ടിലെ ഒരു കാറ്റഗറിയായ ഡെപ്റ്റ് ഫണ്ടിലെ ഒരു സ്കീമാണ് ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത്. കുറഞ്ഞ കാലയളവിലേക്കുള്ള കടപ്പത്രങ്ങളിലും അതുപോലെ തന്നെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലുമാണ് ഈ ലിക്വിഡ് ഫണ്ടുകൾ നിക്ഷേപം നടത്തുന്നത്. ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്താത്തതിനാൽ ഈ ഒരു ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത് താരതമ്യേന സേഫ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് കാറ്റഗറിയാണ്. നമുക്ക് നമ്മുടെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പണം സൂക്ഷിക്കുന്നത് പോലെ നമുക്ക് ലിക്വിഡ് ഫണ്ടിൽ പണം സൂക്ഷിക്കുവാനായി സാധിക്കും. സേവിങ്സ് ബാങ്ക് നൽകുന്ന പലിശയേക്കാൾ കൂടുതൽ റിട്ടേൺ നമുക്ക് നിലവിലെ ലിക്വിഡ് ഫണ്ട് ഓഫർ ചെയ്യുന്നുണ്ട്. നിലവിലെ പല മുൻനിര ബാങ്കുകളുടെയും സേവിങ്സ് ബാങ്കിന്റെ പലിശ എന്ന് പറയുന്നത് ഏകദേശം 3% മുതൽ 4% വരെ മാത്രമാണ്. എന്നാൽ ലിക്വിഡ് ഫണ്ടുകൾ മുൻ വർഷങ്ങളിൽ ഏകദേശം 7 മുതൽ 8% വരെ റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിക്ഷേപങ്ങളെക്കാൾ റിട്ടേൺ നൽകുന്ന ഒരു നിക്ഷേപ മാർഗമായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഫണ്ടിനെ കാണാം. ചെറിയ കാലയളവിലേക്കുള്ള കടപ്പത്രങ്ങളിലും മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലും നിക്ഷേപം നടത്തുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഫണ്ടിലെ നിക്ഷേപം ദീർഘകാലത്തേക്ക് നടത്തണമെന്നില്ല. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ നമുക്ക് ലിക്വിഡ് ഫണ്ടിൽ നിന്ന് ഒരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുവാനായി സാധിക്കും. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നിങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഗോൾ, അതായത് എന്തെങ്കിലും യാത്ര പോകുന്ന എന്തെങ്കിലും ഗോൾ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മൊബൈൽ ഫോൺ അതുപോലെ എന്തെങ്കിലും ഗാഡ്ജറ്റ് വാങ്ങുന്ന ഗോൾ, അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാലയളവ് കൊണ്ട് നേടുവാൻ സാധിക്കുന്ന ഗോളുകൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിക്കുന്ന പണം സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലുള്ള ലിക്വിഡ് ഫണ്ടിൽ ഇടുന്നതാണ്. കാരണം ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ നൽകുന്നതിനേക്കാൾ ഒരു റിട്ടേൺ നമുക്ക് ലിക്വിഡ് ഫണ്ടിൽ നിന്നും ലഭിക്കും. ഓഹരി അധിഷ്ഠിത കാറ്റഗറി പോലുള്ള മറ്റു കാറ്റഗറിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ പണം നിക്ഷേപം നടത്തി അത് ഒരു വർഷം തികയും മുമ്പ് നമ്മൾ പിൻവലിക്കുകയാണെങ്കിൽ ഏകദേശം 1% നമ്മൾ എക്സിറ്റ് ലോഡ് ചാർജ് ആയിട്ട് നമ്മൾ നൽകണം. മാത്രമല്ല നമ്മൾ പിൻവലിച്ചാൽ ഏകദേശം 3-4 ദിവസം കൊണ്ട് മാത്രമേ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ. എന്നാൽ ലിക്വിഡ് ഫണ്ട് അങ്ങനെയല്ല. നമ്മൾ നിക്ഷേപം നടത്തി നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് പിൻവലിക്കാനായി സാധിക്കും. യാതൊരുവിധ എക്സിറ്റ് ലോഡ് ചാർജ് നമ്മൾ അതിനായിട്ട് നൽകേണ്ടതായിട്ടില്ല. എന്നാൽ ചില കമ്പനികളുടെ ലിക്വിഡ് ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തി 7 ദിവസത്തിനുള്ളിൽ പിൻവലിക്കുകയാണെങ്കിൽ ചെറിയൊരു ശതമാനം നമ്മൾ എക്സിറ്റ് ലോഡ് ചാർജ് ആയിട്ട് നൽകണം. അത് വളരെ ചെറിയൊരു തുകയാണ്. പക്ഷേ 7 ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ പിൻവലിക്കുന്നതെങ്കിൽ നിങ്ങൾ ₹1 പോലും എക്സിറ്റ് ലോഡ് ചാർജ് ആയിട്ട് നൽകേണ്ടതായില്ല. മാത്രമല്ല നമ്മൾ ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപം നടത്തിയ തുക പിൻവലിക്കാനായിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് അതിൻ്റെ 90% എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. ബാക്കി വരുന്ന തുക ഒരു വർക്കിംഗ് ഡേക്കുള്ളിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. നിപ്പോൺ ഇന്ത്യയുടെ ലിക്വിഡ് ഫണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അവർ ഒരു ATM കാർഡ് പോലത്തെ ഒരു കാർഡ് നൽകുന്നുണ്ട്. ഈ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ബാങ്കിൽ നിക്ഷേപം നടത്തിയ പണം ഉപയോഗിക്കുന്നത് പോലെ ഈ ഒരു ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന പണം ഉപയോഗിക്കാനായി സാധിക്കും. അതായത് ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന പണം നമുക്ക് ATMൽ നിന്ന് പിൻവലിക്കാം. അതുപയോഗിച്ച് നമുക്ക് ഷോപ്പിംഗ് നടത്താം, നമുക്ക് പർച്ചേസ് ചെയ്ത് കാർഡ് ഉപയോഗിച്ച് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിക്കാനായി സാധിക്കും. നമ്മൾ അതിനെപ്പറ്റി ഒരു വിശദമായ വീഡിയോ തന്നെ ചെയ്തിരുന്നു. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക, അതിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. മാർക്കറ്റിൽ നിരവധി കമ്പനികളുടെ ലിക്വിഡ് ഫണ്ടുകൾ അവൈലബിൾ ആണ്. അതൊക്കെ ആവറേജ് റിട്ടേൺ ഓഫർ ചെയ്യുന്നത് ഏകദേശം 6%-നും 8%-നും ഇടയിലാണ്. നിങ്ങൾക്ക് ഗ്രോ ആപ്പ്, പേടിഎം മണി പോലുള്ള ഏതെങ്കിലും ആപ്പ് ഉപയോഗിച്ച് ഈ ഒരു ലിക്വിഡ് ഫണ്ടിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായി സാധിക്കും. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ഫോൺപേയിലുള്ള ലിക്വിഡ് ഫണ്ട് ഓപ്ഷനാണ്. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ഫോൺപേ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ഫോൺപേയിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഫോൺപേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ലഭിക്കും. അതിൽ മൈ മണി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് വന്നാൽ അതിൽ മുകളിൽ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ നമുക്ക് ലിക്വിഡ് ഫണ്ട് എന്ന് കാണുവാൻ സാധിക്കും. ലിക്വിഡ് ഫണ്ട് ക്ലിക്ക് ചെയ്യുക. ലിക്വിഡ് ഫണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണുവാൻ സാധിക്കും. ഈ ഫോൺപേ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ആദിത്യ ബിർള സൺ ലൈഫ് ലിക്വിഡ് ഫണ്ടുമായിട്ടാണ്. ആ ഒരു ഫണ്ട് മാത്രമേ നമുക്ക് ഫോൺപേയിലൂടെ നമുക്ക് നിക്ഷേപം നടത്തുവാനായി സാധിക്കൂ. ഇതിൻ്റെ ഒരു 1 ഇയർ ആവറേജ് റിട്ടേൺ അവർ പറയുന്നത് ഏകദേശം 7.2% വിഡ്രോവൽ ഇൻസ്റ്റന്റ് ആണ്. ഇൻസ്റ്റന്റ് വിഡ്രോവൽ ആണെങ്കിൽ നമുക്കൊന്ന് ഡീറ്റെയിൽസ് നോക്കാം. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത എമൗണ്ടിന്റെ 90% ഇല്ലെങ്കിൽ 50,000 രൂപ. ഇതിൽ ലോവർ എമൗണ്ട് ഏതാണോ അതായിരിക്കും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുക ഇൻസ്റ്റന്റ് ആയിട്ട്. ബാക്കി വരുന്ന എമൗണ്ട് അടുത്ത ഒരു വർക്കിംഗ് ഡേക്കുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകും. പിന്നെ ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം 16 വർഷത്തോളം ആയിട്ടുണ്ട്. പിന്നെ ലിക്വിഡ് ഫണ്ട്
ഫണ്ടിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് മുകളിൽ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് അറിയാനായി സാധിക്കും. നമ്മൾ ആ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ തന്നെയാണ് ഇവരും പറയുന്നത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിനെക്കാട്ടി നല്ല റിട്ടേൺ ഈ ഒരു ലിക്വിഡ് ഫണ്ട് ഓഫർ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ഒരു സേഫ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഓപ്ഷനാണ്. താരതമ്യേന മറ്റു കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട് നോക്കുമ്പോൾ ഇത് ലോ റിസ്ക് ആണുള്ളത്. പിന്നെ നമുക്ക് മിനിമം 500 രൂപ മുതൽ നമുക്ക് ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ലംസമായിട്ട് നടത്താം, ഇല്ലെങ്കിൽ ഇതുപോലെ SIP ആയിട്ട് മിനിമം 500 രൂപ ഉപയോഗിച്ച് നമുക്ക് നിക്ഷേപം നടത്തുവാനായി സാധിക്കും. ഇതൊക്കെയാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ടിൽ എങ്ങനെ നിക്ഷേപം നടത്താമെന്ന് നോക്കാം. നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്ത ഒരു മെനുവിലേക്ക് വരിക, ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. മുകളിൽ ഒരു ആവറേജ് റിട്ടേൺ പറയുന്നുണ്ട് 7.2%. ഇതൊക്കെ ഒരു ഹിസ്റ്റോറിക്കൽ റിട്ടേൺ ആണ്. അതായത് മുൻ വർഷങ്ങളിൽ ഈ ഒരു ഫണ്ടിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് പറയുന്ന ഒരു ആവറേജ് റിട്ടേൺ ആണ്. ഫ്യൂച്ചറിൽ ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ തന്നെ നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ അതിനിടയിലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് ഉണ്ട്. മന്ത്ലി SIP ആണെങ്കിൽ നമുക്ക് SIP ചൂസ് ചെയ്യാം. അല്ല വൺ ടൈം ആയിട്ട് നിങ്ങളൊരു വലിയ എമൗണ്ടാണ് നിക്ഷേപം നടത്തുന്നതെങ്കിൽ വൺ ടൈം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. SIP ആണെങ്കിൽ നിങ്ങൾ മാസം നിക്ഷേപം നടത്തുവാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് എത്രയാണോ അത് അടിച്ചു കൊടുക്കുക. മിനിമം 500 രൂപയാണ്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് ഓരോ മാസത്തിലെയും എത്രാമത്തെ തീയതിയാണ് നിങ്ങൾ ഈ ഒരു നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുക. എക്സാമ്പിളായിട്ട് എല്ലാ മാസവും നിങ്ങൾ 13-ാം തീയതിയാണ് ഈ ഒരു ഫണ്ടിലേക്ക് 500 രൂപ വരെ നിക്ഷേപം ചെയ്യുന്നതെങ്കിൽ 13-ാം തീയതി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം കണ്ടിന്യൂ കൊടുത്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും. അപ്പോൾ എല്ലാ മാസവും 13-ാം തീയതി ഈ ഒരു 500 രൂപ വെച്ച് നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടതായി വരും. ആ 13-ാം തീയതി ആകുമ്പോൾ ഈ ഒരു PhonePe ആപ്പിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി വൺ ടൈം ആയിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ വൺ ടൈം ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നിക്ഷേപം നടത്താൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ PhonePe ആപ്പിൽ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പാൻ ഡീറ്റെയിൽസ് അവർ ചോദിക്കും. പാൻ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ മെയിൽ IDയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫണ്ടിൽ നിക്ഷേപം നടത്തുവാനായി സാധിക്കൂ. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാൻ വേണ്ടി KYC കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ പാൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാഞ്ഞത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാൻ ഡീറ്റെയിൽസ് അവർ ചോദിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിലേക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുവാനായി സാധിക്കും. അപ്പോൾ ചുരുങ്ങിയ കാലയളവിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ എമൗണ്ട് വന്നുവെങ്കിൽ നിങ്ങൾക്ക് ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ചുരുങ്ങിയ കാലയളവ് കൊണ്ട് താരതമ്യേന ബാങ്ക് അക്കൗണ്ടിനേക്കാൾ നല്ലൊരു റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുവാനായി സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ പോലെ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് നേടിയെടുക്കേണ്ട ഗോളുകൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സ്വരുക്കൂടുന്ന പണം ലിക്വിഡ് ഫണ്ടിൽ നിക്ഷേപിക്കാം. മിനിമം 500 രൂപ മുതൽ നമുക്ക് നിക്ഷേപം നടത്തുവാൻ സാധിക്കുന്നതുകൊണ്ട് ഏതൊരു സാധാരണക്കാരനും ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കാനായി സാധിക്കും. മ്യൂച്വൽ ഫണ്ടിലേക്കും ഓഹരി വിപണിയിലേക്കൊക്കെ ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലിക്വിഡ് ഫണ്ടിൽ സ്റ്റാർട്ടിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നിങ്ങൾക്ക് ഓഹരി വിപണിയെ പറ്റിയും മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുമൊക്കെ പഠിക്കുവാനായി സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ PhonePeയിലെ ലിക്വിഡ് ഫണ്ടിനെ പറ്റിയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒരു ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി